വിശുദ്ധ കുർബാനയുടെ തിരുനാളിന് പ്രചോദനമായ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത് ബോൾസേനയിൽ 1263 അത് ഇറ്റലിയിലാണ്. വിശുദ്ധ കുർബാനയോടുള്ള തീവ്ര ഭക്തിയിലും ആരാധനയിലും ജീവിതത്തിൻ്റെ ശക്തിയും ഊർജവും കണ്ടെത്തിയ വ്യക്തിയായിരുന്നു വിശുദ്ധ ജൂലിയാന. വിശുദ്ധ ജൂലിയാനയുടെ ജീവിതകാലം 1193 തുടങ്ങി 1258 വരെയാണ്. ജൂലിയാനയ്ക്ക് തൻ്റെ 16-ാമത്തെ വയസ്സിൽ ഒരു ദർശനവും തുടർന്ന് അതിൻ്റെ സന്ദേശവും ലഭിച്ചു. ആ ദർശനത്തിൽ അവൾ ഒരു പൂർണ്ണചന്ദ്രനെയും അതിനുള്ളിൽ ഒരു കറുത്ത വരയും കാണാനിടയായി. വെളുത്ത് പ്രകാശിക്കുന്ന പൂർണ്ണചന്ദ്രൻ സഭയുടെ പ്രതീകമാണെന്നും കറുത്ത പാട് വിശുദ്ധ കുർബാനയ്ക്ക് സഭയിൽ പ്രത്യേകമായ ബഹുമാനവും ആദരവും സ്നേഹവും നൽകുന്നതിനായി ഒരു ദിനമില്ലാത്തതിൻ്റെ സൂചനയാണെന്നും ജൂലിയാനയ്ക്ക് സന്ദേശം ലഭിച്ചു. ഈ ദർശനത്തെക്കുറിച്ചും അതിൻ്റെ സന്ദേശത്തെക്കുറിച്ചും ജൂലിയാന ആദ്യം ആരോടും പറഞ്ഞില്ലെങ്കിലും തുടർന്ന് പലപ്പോഴായി ഇത് ആവർത്തിക്കപ്പെട്ടപ്പോൾ പുറത്തറിയിക്കാൻ അവൾ നിർബന്ധിതയായി. അങ്ങനെ വിശുദ്ധ കുർബാനയിലെ യേശുവോടുള്ള ആദരവും സ്നേഹവും ഭക്തിയും പ്രകടിപ്പിക്കാൻ ഒരു തിരുനാൾ ആവശ്യമാണെന്ന ദൈവിക സന്ദേശത്തെ ജൂലിയാന അധികാരികളെ അറിയിച്ചു. പെസഹ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനം അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഈ ദിവ്യരഹസ്യത്തിന് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല എന്ന ചിന്ത സഭയിൽ ഉയർന്നു വരികയുണ്ടായി. വിശുദ്ധ കുർബാനയാകുന്ന മഹാരഹസ്യത്തെ പ്രത്യേകമായ വിധം ഓർക്കുന്നതിനും ഈശോയുടെ ദിവ്യ സാന്നിധ്യം അനുഭവിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനുമായി ഒരു നിശ്ചിത ദിനം വേണമെന്ന തീരുമാനമുണ്ടാവുകയും ബിഷപ്പ് റോബർട്ടിൻ്റെ നിർദ്ദേശപ്രകാരം 1946 പ്രാദേശികമായി ലീജിൽ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങുകയും ചെയ്തു. പ്രധാനമായും സിസ്റ്റേഴ്സിയൻസാണ് ബെൽജിയത്തിന് പുറത്തേക്ക് ഈ തിരുനാൾ എത്തിച്ചത്. ഇത്തരത്തിൽ വിശുദ്ധ കുർബാനയുടെ ഒരു പ്രത്യേക തിരുനാൾ ദിനത്തെക്കുറിച്ച് വിശുദ്ധ ജൂലിയാനയ്ക്ക് ലഭിച്ച ദർശനത്തിൻ്റെയും പഠനത്തിൻ്റെയും വെളിച്ചത്തിൽ ചിന്തിച്ച് തീരുമാനത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം കൂടി ഈ തിരുനാൾ ആരംഭിക്കുന്നതിന് കാരണമായി തീർന്നു. കോർപ്പസ് ക്രിസ്തി തിരുനാൾ ആരംഭിക്കുവാൻ ഉർബൻ 4-ാമൻ മാർപ്പാപ്പയെ പ്രചോദിപ്പിച്ച അത്ഭുതം നടന്നത് 1263 ഇറ്റലിയിലെ ബോൾസേനയിലാണ്. ജർമ്മനിയിലെ പ്രാഗിൽ നിന്നുള്ള ഫാദർ പീറ്റർ റോമിലേക്കുള്ള തൻ്റെ തീർത്ഥാടനത്തിനിടയിൽ ഇറ്റലിയിലെ ബോൾസേനയിലെ രക്തസാക്ഷിയായ വിശുദ്ധ ക്രിസ്റ്റീനയെ അടക്കം ചെയ്തിരുന്ന ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്നു. വളരെ വലിയ ഭക്തനായിരുന്നുവെങ്കിലും വിശുദ്ധ കുർബാനയിൽ യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ടെന്ന് അംഗീകരിക്കാനും പൂർണ്ണമായി വിശ്വസിക്കുവാനും കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ അദ്ദേഹം കടന്നു പോവുകയായിരുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനിടയിൽ അദ്ദേഹം അപ്പവും വീഞ്ഞും വാഴ്ത്തി സമർപ്പിച്ച ശേഷം ഓസ്തി മാംസമായി മാറിയതും ഓസ്തിയിൽ നിന്നും രക്തം പൊടിയുന്നതും കാണുവാനിടയായി. അദ്ദേഹത്തിൻ്റെ കയ്യിലും അൾത്താരവിരിയിലും രക്തത്തുള്ളികൾ ഇറ്റിറ്റു വീണു. അദ്ദേഹം അത് രഹസ്യമാക്കി വയ്ക്കാൻ ആദ്യം ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല. ഉടനെ തന്നെ അവിടെ നിന്നും ഏകദേശം 10 കിലോമീറ്റർ അകലെ ഒർവിയത്തോയിൽ താമസിക്കുന്ന ഉർബൻ 4-ാമൻ മാർപ്പാപ്പയെ വിവരമറിയിക്കുകയും മാർപ്പാപ്പ ഈ അത്ഭുതത്തെക്കുറിച്ച് പരിശോധിക്കാൻ വിദഗ്ധരെ നിയമിക്കുകയും അത്ഭുതം സ്ഥിരീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഓസ്തിയും രക്തം പുരണ്ട അൾത്താരവിരിയും ഓർവിയത്തോയിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ബോൾസേനയിലെ ഈ ദിവ്യകാരുണ്യ അത്ഭുതം ഉർബൻ 4-ാമൻ മാർപ്പാപ്പയെ ഏറെ സ്വാധീനിക്കുകയുണ്ടായി. അതിനാൽ യേശുവിൻ്റെ ശരീരരക്തങ്ങളെ കേന്ദ്രീകരിച്ച് വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കാൻ ഒരു ആരാധനാക്രമം രൂപപ്പെടുത്താൻ വിശുദ്ധ തോമസ് അക്വീനാസിനെ ചുമതലപ്പെടുത്തുകയും മാർപ്പാപ്പ ആ പ്രാർത്ഥനകൾക്ക് അംഗീകാരം നൽകുകയും ചെയ്തു. 1264 ആഗസ്റ്റ് 11 ട്രാൻസിത്തൂറസ് ദേ ഹോക് മുന്തോ എന്ന പേപ്പൽ ബുള വഴി വിശുദ്ധ കുർബാനയുടെ തിരുനാൾ, അതായത് കോർപ്പസ് ക്രിസ്തി സ്ഥാപിക്കുകയും ചെയ്തു. ഈ തിരുനാൾ കോർപ്പസ് ഡോമിനി എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ദിനമായ ഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന വ്യാഴാഴ്ചയാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. അതായത് ഉത്ഥാനത്തിൻ്റെ 60-ാം ദിവസമാണിത്. 1263 ബോൾസേനയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം വിശുദ്ധ കുർബാനയുടെ തിരുനാളിന് പ്രചോദനമായി മാറുകയാണ് ഉണ്ടായത്. 1338 ഉഗോലിനോ ദി ലാരിയോസ് നിർമ്മിച്ച പ്രത്യേക സക്രാരിയിലേക്ക് തിരുവോസ്തിയും അൾത്താരവിരിയും മാറ്റി സ്ഥാപിച്ചു.
ഓർവിയത്തോയിലെ കത്തീഡ്രൽ പള്ളിയിൽ രക്തം പുരണ്ട തുണി ഇന്നും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട്. 1964 വിശുദ്ധ പോളാറാമൻ മാർപ്പാപ്പ വിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ 700-ാം വാർഷികത്തോടനുബന്ധിച്ച് ഓർവിയത്തോയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1976 അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ ഭാഗമായി പോളാറാമൻ മാർപ്പാപ്പ വീണ്ടും ബോൾസേന സന്ദർശിക്കുകയും ദിവ്യകാരുണ്യം മഹോന്നതവും അവർണ്ണനീയവുമായ വലിയ ഒരു രഹസ്യമാണ് എന്ന സന്ദേശം നൽകുകയും ചെയ്തു. 1990 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഈ പുണ്യസ്ഥലം സന്ദർശിച്ചത് ബോൾസേനയിൽ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതത്തിൻ്റെ പ്രചോദനവും സ്വാധീനവും ഏറെ വലുതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ അത്ഭുതം ക്രിസ്ത്യാനികൾക്ക് ദിവ്യകാരുണ്യത്തിലെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ കൂടുതൽ ഉറച്ചു നിൽക്കുവാനും ദിവ്യകാരുണ്യത്തോടുള്ള അവരുടെ ഭക്തി വർദ്ധിപ്പിക്കുവാനും ഏറെ സഹായിക്കുകയുണ്ടായി.